ഇന്നത്തെ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഈ പുതുവത്സരത്തിൽ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാലോ, സന്തോഷം എന്നത് നമ്മൾ പുറമേ തിരിയേണ്ട ഒരു കാര്യമല്ലെന്ന്. ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിലേ നമുക്ക് സന്തോഷം ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ കഴിയൂ. ഉള്ളിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമുക്കിപ്പോഴുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കണം. അങ്ങനെയാവുമ്പോൾ കൂടുതൽ സന്തോഷവും അതോടൊപ്പം സമാധാനവും നമ്മളെ തേടി വരും. ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ 3 കാർഡുകളാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എനർജികളെയാണ് റീഡ് ചെയ്യുന്നത്. ആദ്യത്തെ കാർഡ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജിയായിട്ട് 6 ഓഫ് വാൻഡ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ കാർഡ് പൊതു അംഗീകാരം, വിജയം എന്നിവയാണ് കാണിക്കുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാർഡ് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വിജയകരമായൊരു ഫലം കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമെന്നതിൻ്റെ സൂചനയാണ് ഈ കാർഡ് നൽകുന്നത്. നിങ്ങളുടെ പാസ്റ്റ് വളരെ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ പ്രസൻറ്റിലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡ് തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പ്രസൻറ്റ് എനർജി കാണിക്കുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ടീം വർക്ക്, സഹകരണം, പരിശ്രമം, ഊർജ്ജസ്വലത, സമർപ്പണം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന കാർഡാണിത്. അതിനാൽ നിങ്ങളിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന എന്ത് ജോലി തന്നെ ആയിരുന്നാലും അതിൽ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയുണ്ടായിരിക്കണം എന്നൊരു മുന്നറിയിപ്പ് തരുന്നുണ്ട് ഈ കാർഡ്. നിങ്ങളുടെ കയ്യിൽ ഒരു പ്ലാനുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പണി പഠിക്കുക എന്നുള്ളതാണ്. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ മെച്ചപ്പെടുകയും അതിൽ വൈദഗ്ധ്യം നേടുകയും വേണം. ലക്ഷ്യങ്ങൾ നിറവേറാൻ പലതരത്തിലുള്ള വൈദഗ്ധ്യം ആവശ്യമായി വന്നേക്കാം. അതിനായി മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കുകയും ചെയ്യാം. ഉള്ളിൽ കഴിവുകളുണ്ടെന്ന് മനസ്സിലാക്കി ആ കഴിവുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ സഹായം തേടി നിങ്ങൾ മുന്നേറുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് കുതിക്കുമ്പോൾ നിങ്ങളുടെ 3ാമത്തെ കാർഡ്, അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ കാർഡ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി കാണിക്കുന്നത് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡ് തന്നെയാണിത്. സാഹസികത, ഊർജ്ജസ്വലത, ആത്മവിശ്വാസം, ആരംഭിച്ചത് പൂർത്തിയാക്കുക, വിജയം എന്നിവയൊക്കെയാണ് കാർഡിൻ്റെ അർത്ഥം. ഈ കാർഡിലെ നൈറ്റിൻ്റെ മുഖത്തേക്ക് നോക്കൂ. തൻ്റെ ഉദ്യമത്തിൽ വിജയിക്കണമെന്ന ദൃഢനിശ്ചയം നമ്മൾക്കവിടെ കാണാൻ കഴിയും. നിങ്ങൾ ഒരു ക്രിയേറ്റീവ് പ്രോജക്റ്റ് ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് വളരെയധികം ഊർജ്ജസ്വലതയോടെയും ഉത്സാഹത്തോടെയും ചെയ്യുമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡ് കൂടിയായ നൈറ്റ് ഓഫ് വാൻഡ്സ് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല മാറ്റങ്ങളെയാണ് കാണിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, കഴിവുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്, പ്ലാനുമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വൈദഗ്ധ്യമുള്ളവരുടെ സഹായം കൂടെ എടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരൂ. അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലുള്ള എൻ്റെ പേഴ്സണൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ പുതുവത്സരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും ആരോഗ്യവും സകല ഐശ്വര്യങ്ങളും കൊണ്ടുവരട്ടെ എന്നാശംസിച്ചുകൊണ്ട് ശുഭദിനം.